കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിലെത്തുകയാണ്. അപ്പം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിനോടുള്ള സ്നേഹം അതിങ്ങനെ എത്ര ഉള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചാലും അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അത് പല തരത്തിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താരങ്ങളായി ഉണ്ടാകും, പരിശീലകരായി ഉണ്ടാകും, അതിനപ്പുറത്ത് ടീം ഉടമകളായും നമ്മളത് കാണുകയാണ്. ശ്രീ സഞ്ജു മുഹമ്മദ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ ഉടമ നമുക്കൊപ്പം ചേരുകയാണ്. ഭയങ്കര സന്തോഷം. കാരണം കാലിക്കറ്റ് ടീമിന് ഇത്തവണ ഞങ്ങൾ കുറച്ച് കൂടുതൽ യാത്ര കാലിക്കറ്റിനൊപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. പല താരങ്ങളുടെ വീട്ടിലേക്ക് പോയി, അപ്പോൾ ടീമിനൊപ്പം സഞ്ചരിച്ചു. അപ്പം നല്ല കെട്ടുറപ്പുള്ള ഒരു ടീമായി ഞങ്ങൾ കാണുകയാണ്. അതിൽ വലിയ സന്തോഷവും തോന്നിയാൽ. ശ്രീ സഞ്ജു മുഹമ്മദ്, ഇത്രയും വലിയൊരു ക്രിക്കറ്റ് ഭ്രാന്തുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ടീമിനെ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സത്യമാണോ? തീർച്ചയായിട്ടും ക്രിക്കറ്റ് ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു ആവേശം തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ പഠിച്ച കാലത്തും അതേപോലെ തന്നെ ഞാൻ പെരുമ്പാവൂരാണ് പഠിച്ചത്. അതിനുശേഷം ഡിഗ്രി ചെയ്ത ആർട്സ് കോളേജിലാണ്. ഇവിടെ എല്ലാം കളിച്ചപ്പോൾ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ആവേശമായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോരുന്നത്. ചെറുപ്പകാലത്ത് എല്ലാവരെയും പോലെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു പ്രതിഭയുടെ ധാരാളിത്തത്തിലൂടെ കണ്ടു വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ക്രിക്കറ്റ് താരം കൂടിയായിരുന്നു. അവിടുത്തെ പല ക്ലബ്ബുകളിലും കളിച്ചിട്ടുണ്ട് എറണാകുളത്ത്. ഞാൻ കുറച്ചു കാലം സ്വാൻഡൻസിൽ കളിച്ചിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബ് സ്റ്റാറിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് മാസ്റ്റേഴ്സിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒപ്പം കളിച്ച ആളുകളൊക്കെ അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് വിനോദേട്ടൻ നമ്മുടെ ഗുരുവാണ്. അത് ഇവിടെയുള്ള പലരും തന്നെ നമ്മുടെ ഗുരുതുല്യരാണ്, അല്ലെങ്കിൽ കോച്ചുമാരായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലോബ് സ്റ്റാർസ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നുള്ള പേരെത്തുന്നത് നമ്മുടെ ആലുവയിലുള്ള ക്ലബ്ബ് ഗ്ലോബ് സ്റ്റാർസ് ക്ലബ്ബ്. തീർച്ചയായിട്ടും ആ പേര് തന്നെയാണ് ശരിക്കും കാലിക്കറ്റിനോടൊപ്പം ചേർത്തത്. 40+ ഇയേഴ്സ് ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്. അപ്പോൾ ഞാൻ ഒരു 10 കൊല്ലത്തിനടുത്തായിട്ട് IKK തന്നെയാണ് അതിന് സ്പോൺസർ ചെയ്ത് തന്നെ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തപ്പോൾ, കാരണം ഇതിൽ ഈ ഗ്ലോബ് സ്റ്റാർ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് ജീവിതം കളഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ആരാധക സൂചനമായിട്ട് നമ്മളൊരു അങ്ങനെ എടുത്തൊരു കോളാണ്. കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് നമുക്ക് കിട്ടിയത്. ഗ്ലോബ് സ്റ്റാർ അത് ഞങ്ങൾ പേഴ്സണലി എൻ്റെ ഒരു ആവശ്യമായിരുന്നു ഗ്ലോബ് സ്റ്റാർ ഉണ്ടായിരുന്നു. ഓക്കെ, വലിയ ബിസിനസ് സംരംഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയൊരു കമ്പനി ഓൺ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ബിസിനസ്സും ക്രിക്കറ്റും ഇത് രണ്ടും ഈക്വലി കൊണ്ടുപോകുന്നതിലുള്ള ഒരു സന്തോഷം എത്രമാത്രം കണ്ടെത്തുന്നുണ്ട്? ബിസിനസ്സും ക്രിക്കറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ആദ്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഷനേറ്റായിട്ട് കളിച്ച കാലത്ത് ഒരു ഘട്ടം വന്നപ്പോൾ പാഷൻ വേവിച്ചാൽ കഞ്ഞിയാവില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇന്ന് ഈ ക്രിക്കറ്റ് ക്ലബ്ബ് മേടിക്കാനുള്ള ഒരു ലെവലിലോട്ട് നമ്മളെ ആക്കിയത്. കാരണം ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളുടെ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യുമ്പോൾ അതിനെ 2 രീതിയിലും ബിസിനസ്സാണോ അതോ പാഷനാണോ? കാരണം എപ്പോഴും കളി ഒരു ഹരമാണ്. ആ ഹരം എവിടെ നിർത്തണം എന്നുള്ളൊരിതിൽ ഒരു വ്യക്തമായിട്ട് ഒരു വയസ്സായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റിയത് കൊണ്ടാണ് ഈ സക്സസ് ഉണ്ട്. താങ്കൾ ഒരു നല്ല ബിസിനസ്മാനാണ്. ഒരു പക്ഷേ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ കൂടുതൽ നേടാൻ പറ്റുന്ന അന്തരീക്ഷം ബിസിനസ്സിലുണ്ട്. ബട്ട് വൈ ക്രിക്കറ്റ്? ഇതിൽ നമുക്കൊരു പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് 2 രീതിയിലും നമുക്ക് ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യാം. 1 പ്രോഫിറ്റ്, 2 വെൽത്ത്. ഇപ്പോൾ ഒരു ടീമിനെ കൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ടീമിന് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? ബിസിനസ്സിലുള്ള പല ആളുകളും കായിക മേഖലയിലേക്ക് പണം ഇറക്കുന്നില്ല എന്നുള്ള വലിയ ആശങ്കകൾ പലരും പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ടീമുകളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴും ഇപ്പോൾ KCL പോലെ വലിയൊരു ഇവൻറ്റ് നടക്കുമ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ വ്യാവസായിക സമൂഹത്തിന്, ബിസിനസ് രംഗത്തുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിലൊരു ഉത്തരവാദിത്തം കൂടി ഉള്ളതാണ്. അപ്പോഴാണ് ബിസിനസ് ചെയ്യുന്ന ഒരാൾ പ്യുവറായിട്ട് ക്രിക്കറ്റിലേക്ക് വരികയും ഒരു ടീം എടുക്കുകയും ഞാൻ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം നേരത്തെ ചോദിച്ചത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി അത് എത്രമാത്രമുണ്ട്? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഞങ്ങളുടെ ഒരു 365 ദിവസത്തിൽ ഈ കിട്ടുന്ന ഒരു മാസം എന്ന് പറയുന്നത് അത്രയും സ്ട്രെസ് റിലീവിങ് ആണ്, അത്രയും എൻജോയ് ചെയ്യുന്ന ആണ്. കാരണം ഈ പഴയ കാലത്തിലോട്ടുള്ള ഒരു തിരിച്ചുപോക്കാണ് എല്ലാം. നമ്മൾ കളിച്ചിരുന്ന ഗ്രൗണ്ടും പ്ലേയേഴ്സ് എല്ലാവരെയും നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു അവസരമായിട്ട് തന്നെയല്ല, ഒരു സ്ട്രെസ്സ് കുറയ്ക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങളോട് എന്നെ പേഴ്സണലി ചോദിച്ചാൽ ഈ 365 ദിവസത്തിൽ ഏറ്റവും നമ്മൾ എൻജോയ് ചെയ്യുന്ന
ഒരു ടൈമിൽ ഒന്നാണിത്. കാരണം എന്ത് തിരക്കുണ്ടെങ്കിലും ഇപ്പോൾ ഇന്നിവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലോ അല്ലെങ്കിൽ നാളത്തെ കളിക്കോ, കാരണം എത്ര തിരക്കുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഓടി വന്നൊരു മാച്ച് കാണുക, ഇതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ കളിയും തന്നെ കാണാൻ ഉണ്ടാവണം. മിക്കവാറും എല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ ഫോളോ ചെയ്യും. ഓക്കെ, എങ്ങനെയുണ്ട് ടീം എന്നുള്ള നില? ഇപ്പോൾ ഓപ്ഷനിലൊക്കെ ആ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് താങ്കളുടെ ഹിറ്റ് നമ്മൾ നേരിട്ട് കണ്ട ആളുകളാണ്. അപ്പോൾ പ്രതീക്ഷിച്ച താരങ്ങളൊക്കെ കിട്ടിയെന്ന് എന്നോട് പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും കിട്ടിയെന്ന് പറയുകയും ചെയ്തു. അപ്പം അതിലെത്രമാത്രം ടീമിനെ ഒരുക്കുന്നതിൽ എത്രമാത്രം സംതൃപ്തി ഇത്തവണയുണ്ട്? ടീം നമ്മൾ സെലക്ട് ചെയ്യുന്ന, ഞാൻ എപ്പോഴും പറയാവുന്നത് പോലെ നമ്മുടെ കയ്യിൽ ഈ ഒരു ടീം ഉണ്ടാവുന്നത് ഒരു മാസത്തോളമായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു നല്ല ഫിറ്റ് ആയിട്ടുള്ള, നല്ല കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ടീം സെലക്ഷൻ സിനാരിയോസ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഓപ്ഷനിൽ കിട്ടാതിരിക്കുക എന്ന് പറയുന്നത്, പക്ഷേ ദൈവസഹായം കൊണ്ട് ഞങ്ങൾക്ക് ഒരു 80% 90% ആക്യുറസിയിൽ കിട്ടിയിരുന്നു. വളരെ ഫ്യൂ പ്ലേയേഴ്സിനെ മാത്രമാണ് കൈവിട്ടു പോയുള്ളൂ. പിന്നെ 365 ഡേയ്സ് റൺ ചെയ്യുന്ന ഒരു ക്ലബ്ബ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ക്ലബിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അതിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരും എപ്പോഴും സ്കൗട്ടിങ്ങിൽ തന്നെയാണ്. ഒരു സീസണിൽ ഫുൾ സ്കൗട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ലോക്കലിൽ നിന്ന് തന്നെ ഒരുപാട് പിള്ളേരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അങ്ങനെ ഒരു ഇഷ്യൂ തോന്നിയിട്ടില്ല. പക്ഷേ ആക്യുറേറ്റ് ആയിട്ടുള്ള, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല ടീമിനെ കിട്ടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. ബാക്കിയെല്ലാം ശരി. അപ്രതീക്ഷിതമായാണ് ഒരു പക്ഷേ കാലിക്കറ്റ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി ഓൺ ചെയ്യാൻ പറ്റുന്നത്. കോഴിക്കോട് നമുക്കറിയാം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എങ്ങനെ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമോ, ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ ആ സ്നേഹം ഈ ടീമിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തപ്പോൾ നമ്മളത് അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ്. കോഴിക്കോട്ടുകാർ വലിയ പ്രതീക്ഷയിലുണ്ട്. ഫുട്ബോളിന് വലിയ താരനിരയുണ്ട്, വലിയ പേര് കേട്ട സ്ഥലമാണ് കോഴിക്കോടും മലപ്പുറവും കണ്ണൂരും ഒക്കെ. പക്ഷെ ക്രിക്കറ്റിൽ കോഴിക്കോടിൻ്റെ ഒരു അഡ്രസ്സ് വരുന്നത് ഗ്ലോബ് സ്റ്റാർസിലൂടെയാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി സ്വാഭാവികമായിട്ട് നമ്മൾ ടീമിനുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും കോഴിക്കോട് മാത്രമല്ല, മലബാറിലെ എല്ലാ ടീമുകളും വളരെ പ്രതീക്ഷ കൊടുത്തിരിക്കുന്ന ഒരു ടീമാണ് ഞങ്ങളുടേത്. അത് കോഴിക്കോട് എന്ന് പറയുന്ന പേര് നമ്മൾ കൊണ്ടു നടക്കുന്നതുകൊണ്ട് അത് കൂടുതലാണ്. പ്രതീക്ഷകൾ എല്ലാവരുടെയും വാനോളമാണ്. ഓക്കെ, സഞ്ജു മുഹമ്മദ് എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ ക്രിക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിച്ചു. ബിസിനസ്സിലേക്ക് ഇറങ്ങി ഒരു ക്രിക്കറ്റ് താരമാകാൻ സാധിച്ചില്ല. പക്ഷെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു സഞ്ജു ഇന്ത്യൻ ടീമിലും കേരള ടീമിലും എത്തി. അപ്പോൾ പേര് സഞ്ജു എന്നുള്ള പേരുള്ള മറ്റൊരു താരം വന്നപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒരു യാദൃശ്ചികമായിട്ട് തോന്നി. പിന്നെ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന ഒരു പ്രായം കടന്നു വരുന്നു. പക്ഷെ നല്ല ഒരു സുഹൃത്താണ് സഞ്ജു എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു സീരിയസ് ആയിട്ട് ചർച്ചകൾ ചെയ്യാറുണ്ട്, അവലോകനം നടത്താറുണ്ട്. ക്രിക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ കാലിക്കറ്റിന് കോഴിക്കോടിന് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഞങ്ങൾ മലബാറി ഗ്യാങ് എന്നാണല്ലോ, ഇത് മലബാറി ഗ്യാങ് എന്നാണല്ലോ പറയാം. അപ്പം മലബാറിൻ്റെ മൊത്തം ടീം എന്നുള്ളൊരു മേൽവിലാസം ഉണ്ടാക്കാൻ എന്തൊക്കെ ആക്ടിവിറ്റികളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്? മലബാറിൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് പുതിയ തലമുറയെ. കൂടുതലായിട്ട് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട്. സ്കൂളുകളായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, എറണാകുളം നമുക്കറിയാം സ്വാഭാവികമായിട്ട് ക്രിക്കറ്റിന് വലിയ സംഭാവന നൽകിയ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമായിരുന്നു. മലബാറിലെ ഇൻഫ്രാസ്ട്രക്ചർ താരതമ്യേന എന്നല്ല കുറവ് തന്നെയാണ്. അതിലൊരു തിരിച്ചുവരവൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പല ഘട്ടത്തിൽ ഒരു മൈതാനമില്ലാത്ത പ്രശ്നമൊക്കെ കോഴിക്കോട് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൈതാനം കൂടി വന്നാൽ ശരിക്കും ഒരു കോഴിക്കോടിൻ്റെ ടീം, കോഴിക്കോട് നിന്നുള്ള പ്രതിഭകൾ അല്ലെ മലബാറിൽ നിന്നുള്ള പ്രതിഭകളെ കൂടി ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരും. മലബാർ എന്നുള്ള പേര് ചാർത്തി കിട്ടിയത് മുതൽ അതിലേക്കുള്ളൊരു ഫോക്കസ് കൂടി നമ്മൾ മുന്നിൽ വെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ കൂടുതലും നമ്മൾ തന്നെ എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കി KCA ആയിട്ടും എല്ലാ ലോക്കൽ ഇതിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ ഓൾറെഡി KCAയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പുതിയ പ്രോജക്ട്സ് വരുന്നുണ്ട്, ഗ്രൗണ്ട്സ് വരുന്നുണ്ട്, ട്രെയിനിങ് ഫെസിലിറ്റീസ് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഇവിടെ ക്രിക്കറ്റ് വളരുന്നുണ്ട് എന്ന് മാത്രമല്ല, പുതിയ പ്ലെയേഴ്സ് ഡെവലപ്പായി വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കുട്ടികളൊക്കെ അപ്രോച്ച് ചെയ്ത്, കാരണം ഞങ്ങളെ പോലുള്ള എൻ്റെയൊക്കെ ഒരു ടൈമിൽ നമ്മൾ ഒളിച്ചും പാതിക്കും ക്രിക്കറ്റ് കളിച്ച ആൾക്കാരാണ്. പക്ഷേ ഇവർ ക്രിക്കറ്റ് കളിച്ചിട്ട് വല്ലപ്പോഴും പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷേ അവർക്കൊരു കരിയർ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ
ഇതിലോട്ട് വളർച്ച കൂടുതലായിരിക്കും. പിന്നെ KCL പോലുള്ള IPL പോലുള്ള സാധ്യതകൾ മുന്നോട്ട് വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊരു ഒരു കൊമേഴ്ഷ്യൽ സക്സസ് കൂടി ആവുമ്പോൾ മാത്രമാണ് ഇതിലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. ഞാൻ ഇപ്പോഴത്തെ ഒരു തലമുറേനെ ഒരു പാഷനേറ്റ് ക്രിക്കറ്റർ എന്നതിനേക്കാളും ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ കാണാൻ. കാരണം പാഷനേറ്റ് ക്രിക്കറ്റർ എല്ലാം ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കണം. അതിനുശേഷം പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് ആകുമ്പോൾ ഇതിൻ്റെ ഭാവിയും മുന്നോട്ടുള്ള കാര്യങ്ങളും വളരെ ഈസി ആയിട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ അവസാനമായി നമ്മുടെ പറയും നമ്മൾ KCL ഓരോ ഘട്ടവും വിജയകരമായിട്ട് മുന്നോട്ട് പോകും. താരങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകും. ഒരുപാട് വലിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് IPLലേക്കും അതിനപ്പുറത്തേക്കും ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഓണേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളത് എങ്ങനെ അതിനെ വിശേഷിപ്പിക്കും? കാരണം KCL തരുന്ന ഒരു എനർജി ഒരു ടീം ഉടമ എന്നുള്ള രീതിയിൽ അതെന്ത് മാത്രമാണ്? KCL തരുന്ന ഒരു ഉടമയെ സംബന്ധിച്ചിടത്തോളം ഒരു വിസിബിലിറ്റി തന്നെയുണ്ട്. കാരണം ഇത് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഇതുപോലൊരു ടീമിനെ ഓൺ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കും ഇതൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആണോ എന്ന് ചോദിക്കും. ഇതൊരു ബ്രേക്ക് ഈവൻ ആവാൻ ടൈം എടുക്കും. ഇറ്റ്സ് എ വാല്യുവേഷൻ ഗെയിം. പിന്നെ പോപ്പുലാരിറ്റി ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് തന്നെയാണ് ഫ്രാഞ്ചൈസി സക്സസ് തന്നെയാണ് പ്ലെയേഴ്സിൻ്റെ സക്സസ്. അപ്പോൾ ഇത് എങ്ങനെ ആസ് എ ബിസിനസ് ഇത് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നു ആസ് ഇറ്റ് ആസ് എ വോൾ, ഇതിൻ്റെ കൊമേഴ്ഷ്യൽ സക്സസ് ഓഫ് ദ ടൂർണമെൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇത്തവണ കോഴിക്കോട് കപ്പടിച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് ഒരു വിസിറ്റ് ടീമിന്റെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോഴിക്കോടുള്ള ക്രിക്കറ്റ് ആരാധകരുമായി അതൊരു നന്ദി പറഞ്ഞിട്ട് മാത്രമേ അത് സീസൺ അവസാനിക്കുള്ളൂ. താങ്ക്സ് അലോട്ട്. എന്തായാലും ഉള്ളിൽ ക്രിക്കറ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണമാണ് ഇതിങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പം അത് എങ്ങനെയെങ്കിലും പുറത്തു വരും. തങ്ങളുടെ കാര്യത്തിൽ പുറത്തു വന്നത് ടീം ഉടമ എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥ ക്രിക്കറ്റ് സ്നേഹി KCLന്റെ ഭാഗമാകുമ്പോൾ ഒരു ടീമിനെ ഓൺ ചെയ്യുമ്പോൾ അതിന് വല്ലാത്തൊരു വൈബുണ്ട്. ആ വൈബ് നമ്മൾ കോഴിക്കോട് ടീമിലും കാണുന്നുണ്ട്. താങ്ക് യു ശ്രീ സഞ്ജു മുഹമ്മദ്.